ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സരയുവിന്റെ അരികിലേക്ക് കല്യാണിയും കിരണും എത്തുകയാണ്. അപ്പൊ സരയു ചോദിക്കുന്നുണ്ട്, എന്താ എൻ്റെ അമ്മ പറഞ്ഞേൽപ്പിച്ച കാര്യം എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പറയുന്നുണ്ട്, ശരി ആൻറ്റി ഞങ്ങളോട് പറഞ്ഞത്, നിനക്ക് ആൻറ്റി പറഞ്ഞതുപോലെ നിനക്ക് 16 വയസ്സല്ലടി ആയിട്ടുള്ളൂ. അതുകൊണ്ട് നീ അവനെ ആലോചിച്ച്, ആ മനോഹരനെ ആലോചിച്ച് ഇങ്ങനെ ജീവിതം കളയാതെ നിനക്ക് മറ്റൊരു വിവാഹം കഴിച്ചൂടെ എന്നാണ് നിന്റെ വിവാഹം കഴിക്കണമെന്നാണ് നിന്റെ അമ്മയുടെ ആഗ്രഹം എന്ന് പറയുമ്പോൾ, ഇല്ല കിരണേ, എനിക്കതിന് സാധിക്കില്ല. ആരെന്തൊക്കെ പറഞ്ഞാലും ആ മനോഹർ എൻ്റെ ജീവിതത്തിൽ ഏൽപ്പിച്ച മുറിവ് അത് ഇതുവരെ എനിക്ക് ഉണങ്ങിയിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരിക്കലും അതിനൊന്നും സാധിക്കില്ല. മറ്റൊരുത്തൻ്റെ താലിക്ക് കഴുത്ത് നീട്ടാൻ എനിക്ക് സാധിക്കുകയുമില്ല. എനിക്ക് എൻ്റെ കുഞ്ഞാണ് എനിക്കിപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും വലുത്. ആ കുഞ്ഞിന് വേണ്ടി ഞാൻ ജീവിക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ കിരൺ പറയുന്നുണ്ട്, അതിന് നീ തിരഞ്ഞെടുത്ത പോലെ മനോഹരനെ പോലെയുള്ള പയ്യനല്ല, ഞങ്ങളൊരു പയ്യനെ കണ്ടെത്തുകയാണെങ്കിൽ നിനക്ക് ജീവിതത്തിൽ യോജിച്ചൊരു പയ്യനായിരിക്കും, നല്ലൊരു പയ്യനായിരിക്കും, നിനക്ക് പിന്നെ ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല എന്ന് പറയുകയാണ്. വേണ്ട കിരണേ, അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് അതിനോടൊന്നും ഒട്ടും താല്പര്യമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ പറഞ്ഞതുപോലെ, കിരൺ പറഞ്ഞതുപോലെ, എനിക്ക് ഈ ജോലി ചെയ്ത് ഞാൻ സമ്പാദിച്ച പൈസ കൊണ്ട് എനിക്ക് നല്ലൊരു വീട് വെക്കണം. അതുപോലെ തന്നെ ആ വീട്ടിൽ എൻ്റെ 2 അമ്മമാരും എൻ്റെ കുഞ്ഞിനെയും എനിക്ക് താമസിപ്പിക്കണം. എന്നിട്ട് അവരെ നോക്കണം ജീവിതകാലം മുഴുവൻ. അത്രയേ ഉള്ളൂ എൻ്റെ ആഗ്രഹം എന്ന് പറയുകയാണ്. അങ്ങനെ ആ സമയത്ത്, അല്ലടി അതിൻ്റെ ഇടയിൽ നിനക്കൊരു തണൽ, അത് നിനക്ക് ആവശ്യമില്ലേ എന്ന് പറയുന്നുണ്ട്. വേണ്ട, എനിക്ക് ഇതിനോട് കുറിച്ച് എന്നോടൊന്നും ആരൊന്നും പറയുകയും വേണ്ട എന്ന് പറയുമ്പോൾ, എന്നാൽ ശരി, നിൻ്റെ ആഗ്രഹം പോലെ നടക്കട്ടെ, നീ എന്തായാലും പണി ചെയ്യ്, നിൻ്റെ വർക്ക് നടക്കട്ടെ, ഞങ്ങളെന്താ പോട്ടെ എന്നും പറഞ്ഞിട്ട് നമ്മുടെ കല്യാണിയും കിരണം സരണിനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ജയിലാണ് കേട്ടോ. അങ്ങനെ ജയിലിൽ മനോഹർ തൻ്റെ കുഞ്ഞിനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. രാഹുലാണെങ്കിൽ മനോഹറെ തന്നെ നോക്കുന്നുണ്ട്. ഈ രാഹുൽ മനോഹറെ നോക്കുന്നത് നമ്മുടെ ഗംഗയും നോക്കിയിരിക്കുകയാണ്. അങ്ങനെ കുറേ നേരം അവരിങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട്. അതേ സമയത്താണെങ്കിൽ അവിടെ ഇരുന്നിരുന്ന ഒരു ബക്കറ്റോ മറ്റോ എടുത്തിട്ട്, ഒരു സ്റ്റീലിൻ്റെ ബക്കറ്റ് അതെടുത്തിട്ട് രാഹുൽ കയ്യിലെടുക്കുകയാണ്. എന്നിട്ട് പുറം തിരിഞ്ഞിരിക്കുന്ന മനോഹറിൻ്റെ തലക്കടിക്കാൻ വേണ്ടി പതുക്കെ പതുക്കെ അവൻ്റെ പുറകിലൂടെ ചെല്ലുകയാണ്. പെട്ടെന്നാണ് ഗംഗ അവൻ ആഞ്ഞു വീശുന്ന സമയത്ത് മനോഹറിനെ തട്ടി മാറ്റിയിട്ട് അവിടെ ഫ്രണ്ടിൽ കയറി നിൽക്കുകയാണ്. അങ്ങനെ ആ അടി കിട്ടുന്നത് ഗംഗയ്ക്കാണ്. ഗംഗയുടെ തല പൊളിയുകയും ഒരുപാട് ചോര വരികയും ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും അവിടേക്ക് എല്ലാവരും ഓടിക്കൂടുകയാണ്. എന്താടാ നീ ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട് ഗംഗയോട് അവിടുത്തെ പോലീസൊക്കെ. അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട്, ഞാൻ അവനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്, ഇവനടിച്ചതല്ല, എൻ്റെ മകളുടെ ജീവിതം തകർത്തതാണ് അവൻ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ അടിച്ചത് ആരെയാണെന്നൊക്കെ അവിടുത്തെ മറ്റൊരു കുറ്റവാളി ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട്, അവനോട് ആരാ പറഞ്ഞത് ഇതിൻ്റെ ഇടയിൽ കയറി നിൽക്കാൻ എന്നിങ്ങനെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഗംഗ ഇതൊരു താപ്പാക്കി എടുത്തിരിക്കുകയാണ്, ഇതൊരു അവസരമാക്കി എടുത്തിട്ടുണ്ട്. അവനിങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, ഇത് തന്നെയാണ് പുറത്ത് കടക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം എന്നിങ്ങനെ മനസ്സിൽ കരുതുക. അതോടുകൂടി ഗംഗയുടെ ബോധം പോവുകയും ചെയ്യുന്നുണ്ട്. ഗംഗയെ എല്ലാവരും ചേർന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ഭാഗമാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്കൊക്കെ കയറ്റുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ ലക്ഷ്മി അമ്മയും കാർത്തികയും കല്യാണിയും അതുപോലെ കാദംബരിയും കൂടിയിട്ട് ഒരു ജ്വല്ലറിയിലാണ് ഉള്ളത്. അങ്ങനെ കാദംബരിയും അവരൊക്കെ ചേർന്നിട്ട് അവിടെ കാർത്തികയ്ക്ക് നല്ലൊരു നെക്ലസ് നോക്കുന്നുണ്ട്. അങ്ങനെ ഇത് എങ്ങനെയുണ്ട് എന്ന് കല്യാണി ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എനിക്കിഷ്ടമായി, പക്ഷേ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, കല്യാണമല്ലല്ലോ നടക്കാൻ പോകുന്നത് എന്ന് ലക്ഷ്മിയമ്മയായാലും കാർത്തികയായാലും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട്, അതൊന്നും നിങ്ങൾ നോക്കണ്ട, കിരണേട്ടൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് പൈസ എത്ര വന്നാലും ഒരു കുഴപ്പമില്ല, നല്ലത് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആ ജ്വല്ലറിയിൽ ചോദിക്കുന്നു, ഇത് എത്ര പവനുണ്ടെന്ന് ചോദിക്കും. അത് 12 പവനുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, മോളെ ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് കണ്ടില്ലേ, എന്താ പോണ പോക്ക്, അതുകൊണ്ട് ഇത് ഇത്രയൊന്നും നമുക്ക് വേണ്ട എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട. അപ്പോൾ ലക്ഷ്മിയമ്മയും പറയുന്നുണ്ട്, പൈസ നമുക്കൊരു ബുദ്ധിമുട്ടല്ല എന്നാലും എന്ന് പറയണം. അപ്പോൾ വേണ്ട, അതിനെക്കുറിച്ച് ആലോചിക്കണം, എന്തായാലും ഈ നെക്ലസ് എടുത്തു, ഇനി ഒരു മോതിരം കൂടി നോക്കാം എന്ന് പറയാണ്. അപ്പോൾ കാദംബരി ഇങ്ങനെ ഇരിക്കണം കാണുമ്പോൾ കാദംബരിയോട് കല്യാണി പറയുന്നുണ്ട്, ചേച്ചിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എടുത്തോ, വളയെ മാല എന്തെങ്കിലും എടുത്തോ വേണമെങ്കിൽ എന്ന് പറയുകയാണ്. വേണ്ട കല്യാണി, എന്തായാലും നിങ്ങളുടെയൊക്കെ ഔദാര്യത്തിൽ, നിങ്ങളുടെയൊക്കെ ആ ഒരു കരുണയിലാണ് ഞങ്ങളുടെ ഇപ്പോൾ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്നോട് പ്രത്യേകിച്ച് രതീഷേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഇനി അധികമൊന്നും നിങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്, ഗോൾഡിൻ എടുക്കാൻ പോകുമെങ്കിൽ തന്നെ അവിടെ നിന്നും ഒന്നും എടുക്കണ്ട എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ്. എന്നാൽ ശരി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ ഗോൾഡൊക്കെ എടുത്തതിന് ശേഷം വീട്ടിലേക്ക് വരികയാണ്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ രാത്രി സമയത്ത് ദിലീപ് വിളിക്കുന്നുണ്ട്,
കാർത്തികയെ. അപ്പോൾ കാർത്തികയോട് ചോദിക്കുന്നുണ്ട് എന്തായി ജ്വല്ലറിയിലൊക്കെ പോയിട്ട് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട് ഒരു നെക്ലസ് എടുത്ത് ഒരു മോതിരം എടുത്തിട്ടുണ്ടെന്ന് പറയാണ്. നെക്ലസ് ഒക്കെ എടുക്കാൻ ഒരു കല്യാണമൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ദിലീപ്. അപ്പോൾ ദിലിയേട്ട എന്നാണ് വിളിക്കുന്നത് നമ്മുടെ കാർത്തിക. അപ്പോൾ ആ സമയത്ത് അത് കല്യാണിയോട് പറഞ്ഞിട്ട് കേട്ടില്ല. എന്തായാലും നമ്മുടെ കല്യാണി തന്നെയാണ് മുന്നിൽ നിന്ന് എടുക്കുന്നത് നടത്താൻ പോകുന്നത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ദിലി എന്നാൽ ശരി കാർത്തു ഞാൻ വിളിക്കാം. അപ്പോൾ എന്താ വിളിച്ചത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കാർത്തു നീ എന്നെ ദിലിയേട്ട എന്നല്ലേ വിളിക്കുന്നത്, അപ്പം നിന്നെ ഞാൻ കാർത്തു എന്ന് വിളിക്കാം. അല്ല ഗുണ്ടകളുടെ ഭീഷണിയൊന്നും പിന്നെ ഉണ്ടായില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. കളിയാക്കിയതാണോ എന്നിങ്ങനെ കാർത്തിയെ ചോദിക്കുമ്പോൾ അല്ല ഞാൻ വെറുതെ പറഞ്ഞത്. എന്തായാലും നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമുക്ക് രണ്ടുപേർക്കും നേരിടാടോ ഒന്നിച്ച്. അപ്പോൾ നമ്മുടെ കാർത്തിയെ പറയാണ് ദിലിയേട്ടൻ്റെ ഈ ഒരു സപ്പോർട്ടുള്ള വാക്കുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കല്യാണത്തിന് സമ്മതിച്ചത് തന്നെ. താൻ ടെൻഷൻ അടിക്കാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോണൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ്. അതേ സമയത്താണെങ്കിൽ പിന്നീട് നമ്മുടെ ഇവിടെ കാണിക്കുകയാണ്, ഗംഗയെ കാണിക്കുന്നുണ്ട്. ഗംഗ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തലയിൽ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ആ സമയത്താണെങ്കിൽ അവിടേക്ക് ഇവൾ വരികയാണ്, സ്റ്റെഫി വരുന്നുണ്ട്. അപ്പോൾ സ്റ്റെഫി പോലീസ് പുറത്ത് കാവലിരിക്കുന്നുണ്ട്. പോലീസിനോട് ചോദിക്കുകയാണ് എനിക്ക് അകത്ത് കിടക്കുന്ന ആളെ കാണണം എന്ന് പറയാണ്. നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണെന്ന് പറയുമ്പോൾ ആ ശരി എന്ന് പറഞ്ഞ് അകത്ത് കയറി കാണുകയാണ്. അപ്പോൾ എന്താ ഗംഗ നിനക്ക് എന്താ പറ്റിയതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട് അത് രാഹുലങ്കിള് മനോഹരനെ തലക്കടിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ ഇടയിൽ കയറി നിന്നതാണ്. പക്ഷേ അതൊരു നല്ല കാര്യമാണ്. എനിക്ക് പുറത്ത് കടക്കാൻ വേണ്ടി ഏറ്റവും നല്ലൊരു അവസരമാണ്. ഇവിടെ നിന്ന് ഞാൻ എങ്ങനെയും രക്ഷപ്പെടോടി, അത് നിനക്കറിയാലോ എന്നെ. പിന്നെ എൻ്റെ കയ്യിൽ ഫോണൊന്നുമില്ല എന്ന് പറയുകയാണ്. ഞാനൊരു ചെറിയ ഫോൺ നിനക്ക് കൊണ്ടു തന്നിട്ടുണ്ട്, നീ എന്തായാലും ഇവിടെ നിന്ന് രക്ഷപ്പെടുമ്പോൾ നീ എന്നെ വിളിക്കണം കേട്ടോ എന്ന് പറയാണ്. അത് ശരി എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ഇവിടെ നിന്ന് പോകട്ടെ, എന്നെ പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ ഗംഗ പറയാണ് ഒരു പക്ഷേ കല്യാണിയും കിരണും ഇവിടെ എത്താനുള്ള സാധ്യതയ്ക്കുണ്ട് എന്നും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും പോവുകയാണ്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ കല്യാണിയും കിരണും ആണെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ അതായത് രൂപയുടെയും ചന്ദ്രസേൻ്റെ അരികിലേക്ക് വരികയാണ്. എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ചന്ദ്രസേന പറയുകയാണ് അവിടെ മനോഹരൻ്റെ തലക്കടിക്കാൻ വേണ്ടിയിട്ട് ഈ രാഹുൽ ചെയ്തതാണ്, പക്ഷേ ഗംഗ ഇടയിൽ ചാടിയതാണ് എന്ന് പറയുകയാണ്. എന്തായാലും ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവൻ്റെ, ഇപ്പോൾ ബോധം വന്നോന്നൊന്നും അറിയില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ കല്യാണിയും കിരണും പറയുന്നുണ്ട് ഞങ്ങൾ എന്തായാലും ഹോസ്പിറ്റൽ വരെ ഒന്ന് പോവുകയാണ് അവനെ കാണാനായിട്ട്. രൂപ തടുക്കുന്നുണ്ട്. രൂപ ചോദിക്കുകയാണ് അതിൻ്റെയൊക്കെ ആവശ്യം എന്താ, അതിൻ്റെ അങ്ങനെ പോണ്ട മോളെ എന്ന് പറയാണ്. അവന് വിശ്വസിക്കാൻ പറ്റില്ല, അവൻ്റെ ഉള്ളിരിപ്പ് എന്താണെന്ന് അറിയണം. പിന്നെ അവിടെ ആരെങ്കിലുമൊക്കെ വന്നു പോകുന്നുണ്ടോ എന്നറിയണം. ഈ സ്റ്റെഫിയെ പറ്റി നമുക്ക് സംശയം മാത്രമല്ലേ ഉള്ളൂ, പൂർണ്ണമായിട്ട് ഉറപ്പിക്കാൻ പറ്റിയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണിയും കിരണും കൂടി നേരെ ഗംഗയുടെ അരികിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഇവരുടെ അരികിലൂടെ തന്നെയാണ് സ്റ്റെഫി നടന്നു പോകുന്നത്. പക്ഷേ സ്റ്റെഫി കാണുന്നുണ്ടെങ്കിൽ സ്റ്റെഫിയെ ഇവരങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ആ സമയത്ത് അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ പോലീസ് പറയുന്നുണ്ട് ഇപ്പം തന്നെ ഒരു പെണ്ണ് വന്ന് പോയതുള്ളൂ, അപ്പോൾ ആരാന്ന് ചോദിക്കുന്നുണ്ട്. പേര് ഞാൻ ചോദിച്ചില്ല എന്ന് ആ പോലീസ് കാവൽ നിൽക്കുന്ന പോലീസ് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ എന്തായാലും ഒന്ന് കണ്ടിട്ട് വരാം, എന്തായാലും ഇങ്ങനെയൊക്കെ വരുന്നവരുടെ പേരൊക്കെ ഒന്ന് ചോദിക്കണ്ടേ എന്ന് കിരൺ ആ പോലീസിനോട് പറയുകയും നേരെ അവൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ് കല്യാണിയും കിരണും. അപ്പോൾ ആ സമയത്ത് എടാ എന്താടാ സംഭവിച്ചത്, അപ്പോൾ ഇങ്ങനെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നിന്നെ ഏതാണ് ഒരു പെണ്ണ് ഇപ്പം തന്നെ നിന്നെ കാണാൻ വന്നു എന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുന്ന സമയത്ത് അത് നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണാണെന്ന് പറഞ്ഞു കേട്ടല്ലോ, അത് തരുണിമ, ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണ് എന്ന് പറയുകയാണ്. അപ്പം ഈ തരുണിമയാണോടാ ഈ സ്റ്റെഫി എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു ചോദ്യം കേട്ടിട്ട് നമ്മുടെ ഗംഗ ഒന്ന് പേടിച്ച് ഒന്ന് അത്ഭുതത്തോടു കൂടി നിൽക്കുന്ന ഒരു ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.